ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോംബോ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. റാഗി റൊട്ടിയും ഈ ഒരു റൊട്ടിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ രണ്ട് ഡിഷസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം റാഗി റൊട്ടി ഉണ്ടാക്കാനായിട്ട് അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ഇപ്പോൾ 2 കപ്പ് റാഗി മാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാവ് ചേർക്കുന്ന സമയം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് ചിലപ്പം കൂടിയും കുറഞ്ഞും വരാം കേട്ടോ. അപ്പോൾ പൊടി അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് വിരകിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വിരകിയെടുക്കാനായിട്ട്. ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന മാതിരി ആക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. നമുക്ക് കൈക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ചൂടിൽ വേണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട്. അപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരുപാട് തണുത്ത് പോയിട്ട് ഇതുപോലെ വിരകാനായിട്ട് നിൽക്കേണ്ട. അപ്പോഴേക്കും മാവ് കുറച്ചൊന്ന് ഹാർഡായി പോവും. അതുകൊണ്ട് ചെറു ചൂടോടുകൂടി തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഓരോരോ ബോളായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിന്നിപ്പോൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പ്രസ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാനിതെല്ലാം ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ പ്രസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യും മാതിരി ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇതുപോലെ ഒരു പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഈസിയാണ് കേട്ടോ. കാര്യങ്ങൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പെട്ടെന്ന് നമുക്കിത് കുക്കാക്കി എടുക്കാനും പറ്റും. അരിപ്പത്തിരിയൊക്കെ പോലെ തന്നെ നല്ല സോഫ്റ്റാണ് ഈ ഒരു റൊട്ടിയും. അപ്പോൾ പതുക്കെ വേണം ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇളക്കിയെടുത്തിട്ട് നന്നായിട്ട് ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ ചെറിയ ബബിൾസ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് കുറച്ചൊരു ഗീയോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ ഒരു റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇനി ഇതിനൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. ഒരു സ്റ്റൂ ആണ് കേട്ടോ. അതിനായിട്ട് ഒരു കുക്കറാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും എല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം ഈ ഒരു സൈസിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇഞ്ചിയും അതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാളയും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, ഒരു 5 ബീൻസ് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം ചിക്കൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1.5 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്റ്റൂവും റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ നിന്ന് വിസിലൊക്കെ പോയതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്റ്റൂ
എല്ലാം റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നല്ല 2 കോമ്പിനേഷൻസ് ആണ് കേട്ടോ, ഈ ഒരു റൊട്ടിയും ഈ ഒരു സ്റ്റൂവും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ.